റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെ ട്രാം സ്റ്റേഷൻ ഉണ്ട്. നമ്മൾ ട്രാം ഒന്നും ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് സമയം കിട്ടിയില്ല. മഞ്ഞ് വീഴാൻ തുടങ്ങി. ഇത് കണ്ട നന്നായിട്ട് മഞ്ഞ് വീഴുന്നുണ്ട്. എഴുതിയിരിക്കുന്ന ഗോഷ് മാർക്കസി, അതായത് മീറ്റ് മാർക്കറ്റിനാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോ നമ്മുടെ ചോർസു ബസാറിൻ്റെ വിശേഷങ്ങളായിരുന്നു. സമയം തീരെ ഇല്ലായിരുന്നു. ഉള്ള സമയം ഇങ്ങനെ ഓടി നടന്ന് കുറേ ഷൂട്ട് ചെയ്തു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ചോർസു ബസാറിൽ നിന്ന് ഇനി നേരെ നമ്മുടെ ഹോട്ടലിൽ പോകും. അവിടെ നിന്ന് ലഗേജ് എടുത്തിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് നേരെ സമർഖണ്ഡിൽ നിന്ന് തിരിച്ചു പോകും. അപ്പോൾ ആ വിശേഷങ്ങളാണ്. എല്ലാ കൂട്ടുകാർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് ചോർസു ബസാറിൻ്റെ ഒരു എൻട്രൻസ്. പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡോം കാണുന്നുണ്ട്. ഇതെല്ലാം മാർക്കറ്റുകളാണ്. വൈകുന്നേരം ആയതുകൊണ്ട് റോഡിൽ നല്ല തിരക്കുണ്ട്. മാർക്കറ്റിലും അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നല്ല ട്രാഫിക് ഉണ്ട്. നമ്മൾ ജസ്റ്റ് ചോർസു ബസാറിൽ നിന്ന് യാൻഡെക്സ് ബുക്ക് ചെയ്തു. അപ്പോൾ അതിൽ കയറിയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഹോട്ടലിലോട്ട്. 4:30 ആയിപ്പോൾ. നമുക്ക് 7 മണിക്കാണ് ട്രെയിൻ, 7:20. നമ്മൾ ലഗേജൊക്കെ എടുത്തു നമ്മുടെ ഹോട്ടലിൽ നിന്ന് യാൻഡെക്സ് ബുക്ക് ചെയ്തിട്ട് യാൻഡെക്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇനി നേരെ റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷന് ഒരു 15 മിനിറ്റാണ് ഇവിടെ നിന്ന് പറയുന്നത്. ഇപ്പോൾ മണി 5 കഴിഞ്ഞിട്ടേ ഉള്ളൂ. നമുക്ക് 7:20 ട്രെയിൻ. ഒരുപാട് സമയമുണ്ട്. എന്തായാലും നമുക്ക് നേരത്തെ പോവാം. This right? Yeah. നമ്മൾ
റെയിൽവേ സ്റ്റേഷൻ എത്തി. ഈ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ. ഇതല്ലേ ഈ റെയിൽവേ സ്റ്റേഷൻ അല്ല, കാരണം ഇത് ഇവിടുത്തെ വേറൊരു റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടുത്തെ നോർമൽ ട്രെയിൻ പോകുന്ന റെയിൽവേ സ്റ്റേഷനാണ്. Алло, здравствуйте, это Алишер? Да, здравствуйте, это я. Да, вот это Алишер. Алишер, это с вами с 23-й музыкальной школы разговаривают. Мои ученики часто к вам приходили. Бахадыр крутится еще с вами там? That is Shimoli railway station. Yes. Shimoli. Вы указали не тот вокзал. നമ്മൾ ഷിമോലി റെയിൽവേ സ്റ്റേഷനിലാണ് ശരിക്കും പോകുന്നത്. ഇത് തന്നെയാണ് നമ്മൾ വന്നിറങ്ങി ഇവിടെയല്ലേ. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. നമ്മൾ ഇവിടെ തന്നെയാണ് വന്നിറങ്ങിയത്. ഇതാണ് എൻട്രൻസ് ഗേറ്റ്. അവിടെ നമ്മൾ ലഗേജൊക്കെ ചെക്ക് ചെയ്തിട്ട് ഇതാണ് ഫ്രണ്ട് എൻട്രൻസ്. പ്ലാറ്റ്ഫോം നമ്പർ 1-ലാണ്. ഇനിയും സമയമുണ്ട്, ഒരുപാട് സമയമുണ്ട്. നമ്മൾ ട്രെയിനിൻ്റെ ഉള്ളിൽ കയറി. ഇതാണ് എൻട്രൻസ്. നമ്മുടെ കോച്ച് നമ്പർ 5 ആണ്. കയറുന്ന സ്ഥലത്ത് തന്നെയാണ് നമുക്ക് നമ്മുടെ ബോഗിയും വന്നത്, നമ്മുടെ കമ്പാർട്ട്മെൻറ്റ് വന്നത്. നമ്മൾ ഇന്നലെ വരുന്ന സമയത്ത് ഇവിടെ എല്ലാം ഈ പാളത്തിനുള്ളെല്ലാം ഐസായിരുന്നു. ഇന്ന് പക്ഷേ നല്ല തണുപ്പുണ്ടെങ്കിലും ഐസില്ല. ഈ കയറുന്ന സ്ഥലത്ത് തന്നെ ഒരു ലഗേജൊക്കെ, വലിയ ലഗേജ് വെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട് ഇവിടെ. കറക്റ്റ് 7 നമ്മൾ വന്നിട്ട് സമർഖണ്ഡ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. ട്രെയിനിൽ വെച്ചിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം നല്ല തിരക്കായിരുന്നു. അതുമാത്രമല്ല പുറത്തെ കാഴ്ചകളൊന്നും കാണുന്നില്ലായിരുന്നു. 7:33 ആണ് ഇവരുടെ ടൈം പറഞ്ഞത്. കറക്റ്റ് 7:33 നമ്മളിവിടെ വന്നിറങ്ങി. ഇവിടെ വന്നിറങ്ങിയപ്പോൾ നല്ല മഴയാണ്. മഴ ആയതുകൊണ്ട് മഞ്ഞില്ല. ഇതാണ് നമ്മുടെ ബുള്ളറ്റ് ട്രെയിനിൻ്റെ മുൻഭാഗം, എൻജിൻ. ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്നത് വേറൊരു സർവീസാണ്. മുൻഭാഗം ഇതാണ്. നമുക്കിനി പുറത്തിറങ്ങിയിട്ട് നേരെ ഹോട്ടലിലോട്ട് പോകണം. ട്രാം റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെ ട്രാം സ്റ്റേഷൻ ഉണ്ട്. നമ്മൾ ട്രാം ഒന്നും ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ നമുക്ക് സമയം കിട്ടിയില്ല. Hello. 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 Yay. ഇതൊരു ഡ്രാം സ്റ്റേഷനാണ്. ആൾക്കാർക്ക് ഇരിക്കാനുള്ളൊരു സ്ഥലമാണിത്. അതിനോട് തൊട്ട് ചേർന്ന ഒരു ചെറിയൊരു കഫറ്റീരിയ ഉണ്ട്. മഞ്ഞ് വീഴാൻ തുടങ്ങി. ഇത് കണ്ടോ, നന്നായിട്ട് മഞ്ഞ് വീഴുന്നുണ്ട്. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ നല്ല ശരിക്കും ഒരു ഫാമിലി റൺ ചെയ്യുന്നൊരു ഹോം സ്റ്റേ പോലത്തെ ഒരു സംഭവമാണ്. പക്ഷേ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പഴയ ഒരു ബിൽഡിങ്ങാണ്. ഇവിടെ വേറെ ആരും ഇല്ലെന്ന് തോന്നുന്നു. ഗസ്റ്റുകൾ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. വേറെ എല്ലാ റൂമും അടഞ്ഞു കിടക്കണം, ലൈറ്റൊന്നുമില്ല. സമയം 10:30 റോഡിലൊന്നും ആരുമില്ല. നല്ല തണുപ്പുണ്ട്. നമ്മൾ തൊട്ടടുത്തൊരു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടെ സാധനം വാങ്ങാൻ വേണ്ടി പോകാൻ. മെയിൻ റോഡാണ് ആ കാണുന്നത്. ഇത് നല്ല തിരക്കുള്ളൊരു റോഡാണ്. ഈ റോഡിൽ നിന്ന് ജസ്റ്റ് ഒരു 25-50 മീറ്റർ ഉള്ളിലാണ് നമ്മുടെ ആ ഹോം സ്റ്റേ ഉള്ളത്. അതുകൊണ്ട് ഒരു പഴയ ഒരു ട്രക്ക്, ആ വെട്ടം കാണുന്ന ഭാഗത്താണ് ഹൈപ്പർ മാർക്കറ്റ് ഉള്ളത്. നമുക്കെന്തെങ്കിലും കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അത് കണ്ടോ, എഴുതിയിരിക്കുന്ന ഗോഷ്ത് മാർക്കസി, അതായത് മീറ്റ് മാർക്കറ്റിനാണ് ഗോഷ്ത് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു സിഗ്നലാണ്. എവിടെയാണ് പെഡസ്ട്രിയൻ ക്രോസിങ് നോക്കണം, നോക്കിയിട്ട് ക്രോസ് ചെയ്യണം. അവിടെയാണ് മാർക്കറ്റ് കാണുന്നത്.
അങ്ങനെ അവിടെ നിന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങി, കുറച്ച് കഴിക്കാനുള്ള ഫുഡും കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങി. അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡിൽ ഇപ്പോഴും തിരക്കുണ്ട്. മണി 11 കഴിഞ്ഞു, 11:30 ആയെന്ന് തോന്നുന്നു. ഇപ്പോഴും തിരക്കുണ്ട്. നേരം വെളുത്തു. എയർപോർട്ടിലോട്ട് പോകാനുള്ള പരിപാടിയാണ്. ഫ്ലൈറ്റ് 11:15 8:15 ഗേറ്റ് ഓപ്പൺ ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രാവിലെ തന്നെ ചെക്കൗട്ട് ചെയ്തു. ഇതാണ് നമ്മൾ താമസിച്ച ആ ഹോട്ടലിൻ്റെ പുറത്ത് ഉള്ള ഉള്ളിലുള്ള വീഡിയോ ഞാൻ എടുത്തില്ല. ഇതൊരു ഹോം സ്റ്റേ ആണ് ശരിക്കും. എയർപോർട്ടിന് വളരെ അടുത്താണ്. ചാർജും വലിയ ചാർജൊന്നുമില്ല. ഹോം സ്റ്റേ സെറ്റപ്പിലുള്ള സംഭവമാണ്. ഒരു 8-10 ഫാമിലിക്ക് താമസിക്കാൻ പറ്റും. നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. നല്ല തണുപ്പുണ്ട്. സ്ട്രീറ്റിലൊന്നും ആരുമില്ല. നമ്മൾ ചെക്കിനെല്ലാം കഴിഞ്ഞ് ഉള്ളിൽ കയറി. ഈ 11A ആണ് നമ്മുടെ ഗേറ്റ്. അതിൻ്റെ തൊട്ടടുത്തൊരു കോഫി ഷോപ്പുണ്ട്. അവിടെ നിന്ന് എന്തെങ്കിലും ഫുഡൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ നിൽക്കുകയാണ് ഇപ്പോൾ. നമുക്ക് 11:15 ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത്. 1:55 അബുദാബിയിലെത്തും. സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു സീരീസുമായി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.